ദുരന്തർ 2 ട്രെയിലർ കിഡിലോസ്കി ട്രെയിലറാണ്. എന്താണോ പ്രതീക്ഷിച്ചത് അതിന്റെ മുകളിലുള്ള പരിപാടിയാണ് ആദിത്യദാർ ഇതിന്റെ രണ്ടാം ഭാഗത്തിലും ഒരുക്കി വെച്ചതെന്ന് മനസ്സിലായി. 3 മിനിറ്റിന്റെ മുകളിലുള്ള ട്രെയിലർ ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അത്രയ്ക്കും ഗംഭീരമായ ഐറ്റം. സിനിമ 4 മണിക്കൂറോളം ഉണ്ടാവും എന്നൊക്കെയുള്ള റൂമർ വന്നിരുന്നു. 4 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. ഈ ഒരു ട്രെയിലറിന്റെ എക്സ്റ്റൻഡഡ് വേർഷനാണ് സിനിമയെങ്കിൽ 4 അല്ല 5 മണിക്കൂറാണെങ്കിലും ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ദുരന്തർ 1 തന്നെ വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ളതാണ്. GCCയിൽ റിലീസ് ഇല്ലാഞ്ഞിട്ട് കൂടി 1200 കോടിക്ക് മുകളിലാണ് ദുരന്തർ 1 കളക്ട് ചെയ്തത്. ഇന്ത്യ ഒട്ടാകെ ട്രെൻഡായ സിനിമയാണ്. ദുരന്തർ 2 വരുന്നത് ദുരന്തർ 1 വന്ന പോലെയല്ല. ദുരന്തർ 1 വന്നിരുന്നത് ലോ ഹൈപ്പിലായിരുന്നു. വലിയ രീതിയിലൊരു പാൻ ഇന്ത്യൻ പരിപാടി നിന്നും നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് വൻ ട്രെൻഡായി മാറിയതാണ്. ട്രെൻഡായത് സിനിമയും സിനിമയിലെ പാട്ടുകളും സിനിമയിലെ പ്രകടനങ്ങളും എല്ലാം ഒരുപോലെയായിരുന്നു. ലോകമെമ്പാടും ആരാധകരെ ഉണ്ടാക്കിയാണ് ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ നിന്ന് പിൻവാങ്ങിയത്. അപ്പോൾ ദുരന്തർ 2 വൈകാതെ തന്നെ തിയേറ്ററിൽ എത്തുമ്പോൾ വലിയ ഹൈപ്പാണുള്ളത്. ആ ഹൈപ്പിനോട് 101% നീതി പുലർത്തിയിട്ടുള്ള ഒരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. രൺവീർ സിംഗിന്റെ കരിയറിലെ ബെസ്റ്റ് പ്രകടനം തന്നെ ആയിരിക്കും ദുരന്തർ 2 ഉണ്ടാവുക എന്നുള്ളതാണ് ട്രെയിലർ ഉറപ്പ് നൽകുന്ന ഒരു കാര്യം. രൺവീർ സിംഗ് മാത്രമല്ല, മാധവനാണെങ്കിലും സഞ്ജയ് ദത്ത് ആണെങ്കിലും അങ്ങനെ തുടങ്ങിയ എല്ലാവരും പീക്ക് ലെവൽ പരിപാടി തന്നെയാണ് ഈ ഒരു സിനിമയിലും ചെയ്യാൻ പോകുന്നതെന്ന് ട്രെയിലർ കൃത്യമായിട്ട് സൂചന തരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഒരു പക്ഷേ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പോകുന്ന സിനിമയായി ദുരന്തർ 2 മാറാനുള്ള സാധ്യതയുണ്ട്. 2000 കോടിക്ക് മുകളിലേക്ക് ഒരു പക്ഷേ GCC ഇല്ലാതെ തന്നെ ദുരന്തർ 2 കളക്ട് ചെയ്തേക്കാം. GCCയിൽ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയുമായിരുന്നു ഈ ഒരു സിനിമ 2000 കോടിക്ക് മുകളിലേക്ക് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയായി മാറുമെന്ന്. മാർച്ച് 19 സിനിമ റിലീസ് ചെയ്യുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഈ സിനിമയെക്കുറിച്ചുള്ളത്. ആദിത്യദാർ എന്തായാലും പാർട്ട് 1 ഗംഭീരമായി പാർട്ട് 2 കൊണ്ടുവരും എന്ന് തന്നെ കരുതാം. ആ ഒരു ഹൈപ്പ് നിലനിർത്തിക്കൊണ്ടുള്ള ട്രെയിലറാണ് വന്നിരിക്കുന്നത്.